ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ യാത്ര മിഷിഗണിലെ കേപ്പാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ പതിവ് സ്റ്റോപ്പാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ നിന്ന് ബോർഡറിലേക്ക് 50 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇപ്രാവശ്യം നമുക്ക് ചില വിശേഷങ്ങളുണ്ട്. നമ്മുടെ ബോർഡറിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുണ്ട്. കാരണം നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരാളായ ജിഷ്ണുവിൻ്റെ പപ്പയും മമ്മിയും നമ്മുടെ ഈ വീഡിയോ സ്ഥിരം കാണുന്നവരാണ്. അവർക്ക് നമ്മുടെ കനേഡിയൻ ബോർഡറിനെ കുറിച്ചുള്ള ചില സംശയങ്ങളൊക്കെ ജിഷ്ണു വരെ നമ്മളെ അറിയിച്ചായിരുന്നു. സ്ഥിരമായിട്ട് നമ്മൾ അമേരിക്കൻ ബോർഡർ ക്രോസ് ചെയ്യുന്നതല്ലേ കാണിക്കുന്നത്. അപ്പം കാനഡ ബോർഡറിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ജിഷ്ണുവിൻ്റെ പപ്പയ്ക്കും മമ്മിക്കും വേണ്ടിയിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ ഒരു കാപ്പിയൊക്കെ എടുത്ത് മുഖമൊക്കെ കഴുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ ദേവശാച്ചൻ ബ്രേക്ക് എടുത്തേക്കും കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ബ്രേക്ക് ഇട്ടത്. സാറേ സാറേ സാറേ, നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ബോർഡറിൻ്റെ കനേഡിയൻ ബോർഡറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം. ഏതാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ജിഷ്ണു എന്നാണ് പേരെ. അപ്പോൾ ബ്രോ നമുക്ക് പണ്ട് മുതലേ മെസ്സേജൊക്കെ അയച്ചാൽ നമ്മളെ ഭയങ്കര സപ്പോർട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ. അപ്പം പുള്ളി പറഞ്ഞു പുള്ളിയുടെ പപ്പയും മമ്മിയും നമ്മുടെ വീഡിയോ സ്ഥിരം നാട്ടിലിരുന്ന് കാണുന്നുണ്ട്. ജിഷ്ണു ബ്രോ ഗൾഫ് മറ്റേ യൂറോപ്പിലാണ്. അപ്പം പപ്പയും മമ്മിയും പക്ഷെ അങ്ങനെ കമൻ്റ് ഒന്നും ഇടാറില്ല. പക്ഷെ അവർ നമ്മുടെ വീഡിയോ സ്ഥിരം കാണും. പക്ഷെ നമ്മുടെ വീഡിയോയിൽ സ്ഥിരം അമേരിക്കൻ ബോർഡർ ക്രോസ് ചെയ്യുന്നത് കാണാം. കനേഡിയൻ ബോർഡർ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പം ജിഷ്ണുവിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളോട് ഇന്ന പോലെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാൻ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഏത് നമ്മൾ വിചാരിക്കുന്ന ഒരു സെഗ്മെന്റ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ നമ്മുടെ വീഡിയോസ്. കാരണം ഇപ്പം നമ്മുടെ അങ്ങനെ ഫാമിലി ഫ്രണ്ട്ലി ഉള്ള ഒരു ചാനലായിരിക്കുമല്ലോ എന്നൊക്കെയാണല്ലോ നമ്മുടെ ഒരു വിചാരം. ഏത് ഇപ്പോൾ വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാം ഇതുപോലെ വണ്ടി ഓടിക്കുന്ന അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, പ്രത്യേകിച്ച് ആൺപിള്ളേർ ഒരു പ്രായത്തിൽപ്പെട്ട കുറച്ച് പേര് ആയിരിക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നതെന്നാണല്ലോ നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പം ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് വ്യത്യസ്തമായ പല ആൾക്കാരും നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്ന് മനസ്സിലാകാം. അതുകൂടാതെ എനിക്കറിയാം നമ്മുടെ അനിയത്തിയുണ്ട്, ഏഞ്ചല്. അപ്പോൾ അവള് കാസർഗോഡ് കാഞ്ഞങ്ങാടല്ല രാജപുരത്ത് ടീച്ചറാ. രാജപുരം എന്ന് പറയുന്നത് കണ്ണൂരാ അതോ കാസർഗോഡ്? രാജപുരത്ത് ഈ പറയുന്ന പോലെ അവിടെ അവള് താമസിക്കുന്ന അവിടുത്തെ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്ന. അപ്പം അവിടുത്തെ ചിന്നമ്മാൻറ്റി എന്ന് പറയുന്ന ഇവരുടെ വീട്ടില് ചിന്നമ്മാൻറ്റിയൊക്കെ ഇടയ്ക്ക് നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട് ചിന്നമ്മാൻറ്റി ഹൈപ്പ് യുവർ ചാനൽ എന്നൊക്കെ പറഞ്ഞ്. അപ്പം അവർക്കും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പം നമ്മൾ ബോർഡറിനോട് അടുക്കുമ്പോൾ തന്നെ നമ്മുടെ പേപ്പർ വർക്കുകൾ, നമ്മുടെ ലോഡിൻ്റെ പേപ്പർ വർക്കുകൾ, അതോടൊപ്പം തന്നെ ഈ പേപ്പർ വർക്കുകളെല്ലാം നമ്മൾ നേരത്തെ തന്നെ അയച്ചു കൊടുത്ത് ബോർഡറിൻ്റെ ക്ലിയറൻസ് മേടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കൊമേഴ്സ്യലി ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബിൽ ഓഫ് ലേഡിങ്ങും പിന്നെ കൊമേഴ്സ്യൽ ഇൻവോയ്സും, ഈ 2 പേപ്പറാണ് നമുക്ക് മേജർലി ഒരു ലോഡിന് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കാലിഫോർണിയയിൽ നിന്ന് ഇവിടം വരെ ഓടിയെത്താൻ നമുക്ക് ഏകദേശം 48 മണിക്കൂർ മിനിമം ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ലോഡ് കിട്ടുന്ന വഴി തന്നെ നമ്മൾ അതിന് വേണ്ട ബോർഡർ ക്ലിയറൻസിൻ്റെ സാധനങ്ങളെല്ലാം നമ്മുടെ ഡിസ്പാച്ചിന് നമ്മുടെ കമ്പനിയുടെ ഓഫീസിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അത് അവർ ബ്രോക്കറെ കോൺടാക്ട് ചെയ്ത് ആ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ 48 മണിക്കൂർ കൊണ്ടല്ലേ നമ്മൾ ലോഡ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ എത്തുന്ന ആ ഒരു ലോക്കൽ ബോർഡറിന്റെ മുമ്പിൽ മറ്റൊരു പണിയോ അപ്പം ഇതെല്ലാം നമ്മൾ അയച്ചു കൊടുത്ത് ഓൾറെഡി ബോർഡറിലെ കസ്റ്റംസ് ക്ലിയറൻസ് ക്ലിയർ ആയിരിക്കും. അപ്പോൾ ആ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എൻട്രി നമ്പർ എന്ന് പറയുന്ന ഒരു സാധനം മൊബൈലിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് അയച്ചു കിട്ടും നിങ്ങളുടെ ലോഡ് ക്ലിയർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ നമ്പറും കിട്ടും, നമുക്ക് ഇമെയിലും വരും, ചിലപ്പോൾ നമുക്ക് ടെക്സ്റ്റും വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ലോഡ് ക്ലിയർ ആയിരിക്കണം. അല്ലാതെ നമുക്ക് ബോർഡറിൽ പോയി കിടന്ന് അയ്യോ നോക്കട്ടെ എന്നൊന്നും പറയാൻ പറ്റിയല്ല. അപ്പോൾ തന്നെ അവർ നമ്മളെ വേറെ എവിടെയെങ്കിലും വലിയ സ്ഥലത്ത് പോയി പാർക്ക് ചെയ്ത് കിടന്നോ എന്ന് പറഞ്ഞാൽ നമ്മളെ വിടും. അപ്പോൾ
സംഭവം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വേണ്ട ACI മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റ് പേപ്പർ ഉണ്ട്. ആ പേപ്പറിൻ്റെ അകത്ത് നമ്മളെല്ലാം ഈ ഡീറ്റെയിൽ എഴുതും, എൻട്രി നമ്പർ ഉൾപ്പെടെ, ലോഡിൻ്റെ ഒരു നമ്പർ, ഞങ്ങളുടെ പേര്, ഞങ്ങളുടെ ട്രെയിലർ, ട്രക്ക് നമ്പർ, ഇതിൻ്റെ മിനിമം ഡീറ്റെയിൽസ് എഴുതി ഒരൊറ്റ പേപ്പറാക്കും. കാരണം ബിൽ ഓഫ് ലൈഡിങ്, കൊമേഴ്സ്യൽ ഇൻവോയ്സ്, പിന്നെ പാക്കിംഗ് സ്ലിപ്പ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒത്തിരി ഡീറ്റെയിൽസ് ഇല്ലേ. അപ്പോൾ അതെല്ലാം ചെറുതാക്കി ഒരൊറ്റ ഷീറ്റിൻ്റെ അകത്താക്കി ഇത് നമ്മൾ ബോർഡർ ഓഫീസിൽ കൊടുക്കും. ശരിക്കും ഇയാളിത് വായിച്ച് നോക്കുക പോലും ഇല്ല മിക്ക സാഹചര്യത്തിലും. എന്താണ്ട് ഇവിടെ ഒരു ഇത് കണ്ടോ, ബാർകോഡ്. ആ ബാർകോഡ് അയാൾ അവിടെ സ്കാൻ ചെയ്യുമ്പോൾ അയാളുടെ സ്ക്രീനിൽ ഈ ലോഡും നമ്മൾ ഈ വരുന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം കിട്ടും. അത് നോക്കി ചില കാര്യങ്ങൾ പുള്ളി വെരിഫൈ ചെയ്യും. പിന്നെ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? നിങ്ങൾ ഡിഡ് യു ബൈ ഓർ റിസീവ് എനിത്തിങ്? US നിന്ന് എന്തെങ്കിലും മേടിച്ചോ, കിട്ടിയോ? ഗിഫ്റ്റായിട്ട് കിട്ടിയാൽ പോലും നമ്മൾ ട്രാവൽ അല്ല, US സ്റ്റേ ചെയ്ത സമയത്തിനനുസരിച്ച്, മണിക്കൂറുകൾക്കനുസരിച്ച് ഒരു പർട്ടിക്കുലർ എമൗണ്ട് തൊട്ട് പർട്ടിക്കുലർ എമൗണ്ട് വരെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങോട്ട് കടത്താം, കൊണ്ടുപോകാം. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടിയോ മേടിച്ചോ എന്ന് ചോദിക്കും. അതുകൂടാതെ കനേഡിയൻ ഓഫീസറല്ലേ ചോദിക്കുന്നത്. US പല ലീഗലായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കാനഡയിൽ ലീഗലല്ല. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് തോക്ക് പോലെയുള്ള ആംസ് ഒന്നും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് കൊമേഴ്സ്യൽ വണ്ടിക്കകത്ത്. അതുകൂടാതെ തന്നെ അതുകൂടാതെ ഫ്ലോറിഡ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ക്രോക്കഡൈൽസിൻ്റെയും ഒക്കെ പല്ലും കൊണ്ടും നഖം കൊണ്ടും മറ്റ് തോലുകൊണ്ടും ഒക്കെയുള്ള പല സോവനിയേഴ്സും ഇല്ലേ. ഇപ്പോൾ ലോക്കറ്റ് ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ പുലിനഖമൊക്കെ പോലെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അമേരിക്കയിൽ ലീഗലാണ്. പക്ഷേ നമുക്ക് കാനഡയിൽ അത് ലീഗലല്ല. അപ്പോൾ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആനിമൽസിൻ്റെ ഒരു സാധനങ്ങളും നമുക്ക് കാനഡയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അത് ഇല്ലീഗലാണ്. അത് ഡിക്ലെയർ ചെയ്യണം. അതുകൂടാതെ മറ്റെന്തെങ്കിലും നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ, നമ്മളെവിടെയാണ് താമസിക്കുന്നത്, കാനഡയിൽ ലീഗലായിട്ട് താമസിക്കാനുള്ള പെർമിറ്റ് ഉള്ളവരാണോ നമ്മൾ എന്നെല്ലാം നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ശരിക്കും ബോർഡറിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ACI മാനിഫെസ്റ്റും ഞങ്ങളുടെ 2 പേരുടെയും PR കാർഡ്, അപ്പോൾ ഈ PR കാർഡും കൂടെ നമ്മൾ നമ്മൾ ആ ബോർഡറിൽ ഇരിക്കുന്ന ഓഫീസറിൻ്റെ കൊടുക്കും. അപ്പോൾ ഓഫീസർ ഇത് രണ്ടും നോക്കി അത് വെരിഫൈ ചെയ്ത് നമ്മളെ കാനഡയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം അതെല്ലാം നമുക്ക് ഇനി വഴിയെ കാണാം. അപ്പം നമ്മൾ ഇതെല്ലാം ആയിട്ട് ഓൾറെഡി കരുതി ഇരിപ്പുണ്ടെന്ന് പറയുമായിരുന്നു. PR കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല, കാരണം അതൊന്നും നമ്മൾ ഇൻ്റർനെറ്റ് പോലെയുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് കാണിക്കുന്നത് സേഫ്റ്റിക്ക് യോഗ്യമല്ലല്ലോ. പക്ഷേ വേണ്ട ഇതുപോലെ ജസ്റ്റ് ഒരു കാർഡ്, അത്രേ ഉള്ളൂ PR കാർഡ്. അപ്പോൾ നമ്മുടെ ദേവസ്യാച്ചൻ്റെ വേണ്ട കസ്റ്റംസ് കൊടുത്ത ഒരു പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ, ഡ്യൂട്ടി ഫ്രീയുടെ എത്രമാത്രം കാര്യങ്ങൾ ഓക്കെ ആണെന്നുള്ളത്. അപ്പോൾ 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെയുള്ള ഒരു താമസത്തിൻ്റെ ഇടയിൽ $200 ഡ്യൂട്ടി ഫ്രീ സാധനങ്ങളാണ് നമുക്ക് കാനഡയിലേക്ക് കയറ്റാൻ പറ്റുന്നത്. പക്ഷെ അതിൽ ആൽക്കഹോൾ പറ്റിയാലോ കേട്ടോ. 48 hours ഓർ മോറിലാണെങ്കിൽ നമുക്ക് $800 വരെ സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരാം. അതിൻ്റെ അകത്ത് 1.14 ലിറ്ററിൻ്റെ ആൽക്കഹോൾ ഇൻക്ലൂസീവ് ആണ്. അത് ദിവസം 1.14 liters ഓഫ് ആൽക്കഹോൾ ഓർ 1 case ഓഫ് ബിയർ, 24 എണ്ണത്തിൻ്റെ ഒരു ബിയർ ഇല്ല. അതുകൂടാതെ 50 സിഗരറ്റ്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂസീവ് ആണ്. പക്ഷെ മൊത്തത്തിൽ 800ൻ്റെ അകത്ത് നിൽക്കണം. അതെ, ഈ ഒരു ദിവസം താമസിച്ചവർക്കുണ്ടല്ലോ, അവർക്ക് ആൽക്കഹോൾ പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല, ആൽക്കഹോളും ടൊബാക്കോയും പറ്റത്തില്ല. ആകെ 200 രൂപയുടെ സാധനം മേടിക്കാൻ പറ്റുള്ളൂ, അതും 24 മണിക്കൂർ താമസിച്ചിട്ട്. നല്ല ദിവസം. അപ്പം റൂളും പ്രകാരം നോക്കിയാൽ നമ്മുടെ കാനഡയിൽ നിന്ന് ചിലർ US തുണിക്കൊക്കെ ചീപ്പാണ്, ഗ്രോസറിക്ക് ചീപ്പാണെന്ന് പറഞ്ഞ് ചിലർ ക്രോസ് ചെയ്ത് വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകാറില്ലേ. അപ്പൊ അതൊന്നും ലീഗലല്ല. അവര് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിക്കാം. തന്നെയല്ല, ഇത് ആലോചിക്കുക, 200 രൂപയുടെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വണ്ടി മേടിച്ച് ബോർഡർ ക്രോസ് ചെയ്ത് വന്ന് മേടിച്ചുകൊണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? അതില്ല, അത് ഇനി അറിയത്തില്ല. ഇതിനകത്ത് അത് പറഞ്ഞിട്ടുണ്ടോ കൊമേഴ്സ്യൽ അല്ലാതെ പേഴ്സണൽ ഇതിനായിട്ടുള്ള ടോട്ടൽ സ്റ്റേക്ക്? ഇത് കസ്റ്റംസിന് കൊമേഴ്സ്യൽ ഇല്ലല്ലോ. ഇത് കനേഡിയൻ കസ്റ്റംസിന്റെ പേപ്പറാണ് നമ്മളിപ്പോ വായിച്ചത്. അപ്പൊ പലരും ചിലപ്പോൾ വരുന്നുണ്ട് 1 മണിക്കൂർ പെട്ടെന്ന് ക്രോസ് ചെയ്തിട്ട്. പ്രത്യേകിച്ച് ഈ ബോർഡർ സിറ്റികളിൽ താമസിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അല്ല, ഈവൻ നമ്മുടെ അവിടെ ഭാഗത്തുള്ളവരും ചിലരൊക്കെ ഇവിടുത്തെ US വാൾമാർട്ടിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ ഈ തുണിയൊക്കെ മേടിക്കുന്ന പറയുന്ന കേട്ടിട്ടുണ്ട്. അതെ, കാരണം നമ്മളെ അവിടുത്തേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റീസ് US വാൾമാർട്ടിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. നമ്മളിപ്പോ കേൾക്കുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കുറവായിരിക്കും. അതെ, ഇവിടെ ഒരുപാട് ചോയ്സ് കുറവായിരിക്കും. ഇവിടെ ചോയ്സ് ഉണ്ട് ഒരുപാട്.
മുമ്പേ പറഞ്ഞ ചില പ്രൊഡക്റ്റുകൾ കാനഡയിൽ അത് ലീഗലല്ല. അതായത് ഈ ചില ഫെർട്ടിലൈസർ പോലത്തെ ചില ചില കീടനാശിനികൾ അത് നമുക്ക് കാനഡയിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ലീഗൽ അല്ല, പക്ഷെ അതെല്ലാം അമേരിക്കയിൽ ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ കാനഡ അമേരിക്ക ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഏരിയ മുതൽ ബോർഡറിന്റെ ഡീറ്റെയിൽസ് തുടങ്ങും. അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന USA ആ ബോർഡ് കണ്ടോ, ആ റൂട്ടിൽ ഒരു ഇച്ചിരി ഒന്ന് ട്രാവൽ ചെയ്ത് അങ്ങ് ചെല്ലുമ്പോഴാണ് അവിടുത്തെ ഡ്യൂട്ടി ഫ്രീയുടെ ഷോപ്പ് ഉള്ളത് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ എന്തെങ്കിലും ആൽക്കഹോളോ ടൊബാക്കോയോ പെർഫ്യൂമോ അങ്ങനെ ഡ്യൂട്ടി ഫ്രീ കിട്ടുന്ന എന്ത് സാധനം വേണേലും നമുക്ക് അവിടെ നിന്ന് മേടിച്ചിട്ട് ഇച്ചിരി മുമ്പ് ഒരു ജോയിൻ്റ് ഉണ്ട്, അതുവഴി നമുക്ക് മെർജ് ചെയ്ത് വന്ന് കയറാം. അപ്പോൾ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ കാറ് പോകുന്ന റൂട്ടിൽ കൂടെയാണ് നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലേക്ക് പോകേണ്ടത്. സാർണിയയിലെ ഡ്യൂട്ടി ഫ്രീ മാത്രം ഒരു ഇച്ചിരി റൂട്ട് മാറിയാണ്. നമുക്ക് വിൻസർ ഡിട്രോയിറ്റിലെ ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ പോകുന്നതിൻ്റെ റോഡ് സൈഡിൽ തന്നെ ഒരു റെസ്റ്റ് ഏരിയ പോലെ അടിപൊളി ഒരു സെറ്റപ്പാണ്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കയറുക ഇറങ്ങുകയും ചെയ്യാം. അപ്പം അംബാസഡർ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ സർവീസുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നു, ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇത് ഒരു ഡീവിയേഷൻ എടുക്കുന്നതുകൊണ്ട് അല്ല, അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് തിരിയാറുള്ളൂ. അതുകൂടാതെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്ന ഒരു ഷെഡ് കണ്ടോ, അത് നമ്മൾ അമേരിക്കയിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്റേയുടെ പോയിന്റ് അത് നമ്മളിപ്പോൾ പറയുന്നില്ല, കാരണം ഇപ്രാവശ്യത്തെ നമ്മുടെ ഫോക്കസ് മുഴുവൻ കാനഡ ബോർഡർ ആണല്ലോ. ആ ട്രക്കുകളൊക്കെ ഒരു ഷെഡിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി കാണിക്കുന്നില്ല, അതാണ് ആ എക്സ്റേക്ക് കയറുന്നത്. അപ്പം ബോർഡറിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം ഓരോരോ സാധനങ്ങൾ, നമ്മുടെ എന്തൊക്കെയാണ് ഉള്ളത്, നമ്മൾ എത്ര രൂപയുടെ പർച്ചേസാണ് മേടിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആ ഡിക്ലറേഷനിൽ അവിടുത്തെ ഓഫീസർക്ക് എന്തെങ്കിലും സംശയം തോന്നുവാണെന്നിരിക്കട്ടെ, അപ്പോൾ അവർ വേണ്ട ഇതുപോലത്തെ എക്സ്റേക്ക് പൊക്കോളാൻ പറയും. ആ എക്സ്റേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞതും പറയാത്തതുമായ എല്ലാ കാര്യങ്ങളും അവർ അതിൻ്റെ അകത്ത് കാണും നമ്മുടെ വണ്ടിക്കകത്തുള്ളതിൽ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പണി പാളി. കാരണം ആ എക്സ്റേ ചെയ്യുന്ന സ്ഥലങ്ങളിൽ തന്നെ ചില സമയത്ത് അവർക്ക് സംശയം തോന്നി അവർ പട്ടിനെയും കൊണ്ടുവന്ന് അവർ വണ്ടിക്കകമെല്ലാം പരിശോധിക്കുകയും പിന്നെ അവരും കയറി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡും ബാഗും ഒക്കെ അവർ പുറത്തിട്ട് തുറന്നു നോക്കി, നമ്മുടെ ഫ്രിഡ്ജും കബോർഡും ഒക്കെ തുറന്നു നോക്കി അവർക്ക് പരിശോധിക്കാം. അപ്പം നമ്മൾ ഡിക്ലെയർ ചെയ്യാത്ത എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെന്നിരിക്കട്ടെ, അപ്പം നമുക്ക് പണി പാളും. ഈ ഒരു ദിവസത്തെ ഗ്രോസറി ഷോപ്പിങ്ങിന് വരുന്നവർ ഒരു ഈ പറഞ്ഞ പോലെ $200 $300 കൂടിയ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് 200 അങ്ങ് പറയാമെന്ന് വിചാരിച്ച് പറഞ്ഞെന്നിരിക്കട്ടെ. പിന്നെ ഈ ഇരിക്കുന്ന ബോർഡറിലെ ബാക്കി കഥ ഇതങ്ങ് ക്രോസ് ചെയ്തിട്ട് പറയാം. ഇതാണ് നമ്മൾ കാനഡ ബോർഡർ ക്രോസ് ചെയ്യാൻ നേരത്തുള്ള ടോള് കേട്ടോ. ഇവിടെ നമുക്ക് അപ്പോൾ ഇവിടുത്തെ ടോള് പേ ചെയ്ത് നമ്മൾ നേരെ ക്രോസ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കാണുന്ന പാലം ലക്ഷ്യമാക്കി പോകുന്നു. പാലം ക്രോസ് ചെയ്ത് നമ്മൾ നേരെ ബോർഡറിലേക്ക് വന്നു. ഈ ടോള് പേ ചെയ്യുന്നതോടുകൂടി ഇനി കാണുന്നതെല്ലാം കാനഡയുടെ പ്രോപ്പർട്ടികളാണ്. അതേസമയം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന അമേരിക്കയുടെ പ്രോപ്പർട്ടീസും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ആ എന്തെങ്കിലും കൂടുതലായിട്ട് മേടിക്കുന്ന ഒരു സാധനങ്ങൾ അത് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ അവർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതൊരു വലിയ കുറ്റമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പാലം ലക്ഷ്യമാക്കി പോകുമ്പോൾ നമ്മുടെ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു നഗരം പോർട്ട് ഹ്യൂറോൺ എന്ന് പറയുന്ന അമേരിക്കൻ നഗരവും, അതോടൊപ്പം തന്നെ അവിടെ ഒരു വലിയ പുഴ ഉണ്ടോ, ആ പുഴയുടെ അപ്പുറമുള്ളത് നമ്മുടെ സാർണിയ എന്ന് പറയുന്ന കനേഡിയൻ നഗരമാണ്. അപ്പം നമ്മളിപ്പം ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ആ ഒരു ബ്രിഡ്ജിന്റെ കറക്റ്റ് ഒത്ത നടുക്കെന്നൊക്കെ പറയുന്ന ഒത്ത നടുക്കാണ്. ഒഫീഷ്യലി നമ്മൾ കാനഡയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സാധാരണ അതിൽ എപ്പോഴും കാനഡയുടെ ബോർഡർ നോട്ട് ചെയ്യാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോണേ, വെൽക്കം ടു കാനഡ എന്ന് എഴുതിയേക്കുന്ന ഒരു അയ്യോഭാവം ബോർഡിലാണ്. അപ്പോൾ പിന്നെ എങ്ങനെ കാണുന്നത് നമ്മളെ ഇപ്പോൾ കണ്ടോ, ഫ്രഞ്ചിലും ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട്. കാരണം കാനഡയ്ക്ക് 2 ഒഫീഷ്യൽ ലാംഗ്വേജുകളാണുള്ളത്, ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് ഫ്രഞ്ച്. ഇനി നമ്മൾ നേരെ അങ്ങ് കാണുമ്പോഴത്തേക്കും ഇത് അത് നമ്മൾ നേരെ പറഞ്ഞാൽ അതുകൂടെ പറഞ്ഞത് ഇതിന്റെ കാര്യം പറയാൻ അവിടെ എത്തിയല്ല. അപ്പൊ നമ്മൾ പോകുമ്പോഴത്തേക്കും വേണ്ട അങ്ങകലെ കുറെ ട്രക്കുകൾ മുട്ടി നിൽക്കുന്ന സ്ഥലം കണ്ടോ, അവിടെയാണ് ബൂത്ത്, ബോർഡർ ഓഫീസർമാര്, ബോർഡർ പെട്രോളിന്റെ ഓഫീസർമാർ ഇരിക്കുന്നത്. അവിടെയാണ് നമ്മൾ വന്ന കാര്യങ്ങളെല്ലാം ഡിക്ലെയർ ചെയ്യേണ്ടതും നമ്മളെ പേപ്പർ കൊടുക്കേണ്ടതും. അതോടൊപ്പം തന്നെ കണ്ടോ, ഇത്രയും വലിയൊരു അടിപൊളി ബിൽഡിംഗ്. ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാപ്പ് ബിൽഡിംഗ് ആണ്. കാരണം നമ്മൾ ഡിക്ലെയർ ചെയ്ത കാര്യങ്ങളെ അവർക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്റേക്ക് വിടാനും
എക്സ്റേയിലും അവർക്ക് ലോഡിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വേണ്ട ചില ട്രക്കുകൾ അവിടെ ഒരു ഡോക്കിൽ പാർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ടോ, അതിൻ്റെ അകത്തെ ലോഡുകൾ അതൊരു ഡോക്കാണ്. അപ്പോൾ നമ്മളവിടെ ബാക്ക് ചെയ്തിട്ട് കഴിയും അവർ നമ്മളോട്. ഇപ്പോൾ നമ്മുടെ എക്സ്റേയിൽ അവർക്ക് സംശയം തോന്നി ലോഡ് മൊത്തം അവർക്ക് പരിശോധിക്കണമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ കൊക്കൈനും മറ്റു പല സാധനങ്ങളും ഒക്കെ കടത്തുന്നത് ചെറിയ ചെറിയ പാക്കറ്റുകളിലായിരിക്കുമല്ലോ. അപ്പോൾ അവർ പറയും വേണ്ട ഇന്ന സ്ഥലത്തേക്ക് അങ്ങ് ഇട്ടോ, നിങ്ങളുടെ ലോഡ് പരിശോധിക്കാൻ പോകുമെന്ന് പറഞ്ഞ് നമ്മളെ ഒരു മുറിയിൽ അങ്ങ് ഇരുത്തും. എന്നിട്ട് ഇവർ ഫോർക്ക് ലിഫ്റ്റ് കൊണ്ടുവന്ന് നമ്മളെ ഫുൾ ലോഡ് അവരെ ഇറക്കി അവർക്ക് സംശയമുള്ളതെല്ലാം പട്ടീനെയും കൊണ്ടും പിന്നെ അവർക്കാവുന്ന രീതിയിലും എല്ലാം ചെക്ക് ചെയ്യും. എന്തെങ്കിലും പിടിക്കാനുണ്ടെങ്കിൽ പിടിക്കും. അതിനുള്ള ഫെസിലിറ്റിയാണ് ഈ കാണുന്നത്. ഇതേ ഫെസിലിറ്റി തന്നെ അമേരിക്കയ്ക്കും ഉണ്ട്. പക്ഷേ ഈ കാണുന്നതെല്ലാം കാനഡയുടെ പ്രോപ്പർട്ടികളാണ്. ഈ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടികളെല്ലാം ഇതുപോലെ മറ്റ് പലവിധ പിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ടുമായിട്ട് പിടിച്ചിട്ടിരിക്കുന്നതാണ്. വളരെ ചുരുക്കം സാഹചര്യങ്ങളിൽ എനിക്കും ദേവസ്യാച്ചനും അവിടെ പോയി സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ പോയി ഇരിക്കേണ്ട വന്നിട്ടുണ്ട്. വല്ലപ്പോഴൊക്കെ ഇരിക്കും. അതുപോലെ നമ്മുടെ ബോർഡർ ക്ലിയറൻസിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞേക്കുന്ന പ്രൊഡക്റ്റ് എന്തെങ്കിലും മാറിയാണ് അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ. അത് നമ്മുടെ കുഴപ്പമല്ല. പക്ഷെ ഇത് ചെയ്യുന്ന ആൾക്കാരുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ അതിന്റെ അകത്ത് പോയിട്ടാണ് നമുക്കത് ക്ലിയർ ചെയ്യേണ്ടത്. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ലോഡ് എടുത്തിട്ട് അവർ നമുക്ക് തരുന്ന പേപ്പർ നമ്മൾ നമ്മുടെ ഡിസ്പാച്ചിന് അയച്ചു കൊടുത്ത് അവരും പിന്നീട് ഈ ലോഡ് ക്ലിയർ ചെയ്യുന്ന ചില ലോഡ് എടുത്തേക്കുന്ന ഒറിജിനൽ ബ്രോക്കേഴ്സും ഒക്കെ ആയിട്ട് ഈ ബോർഡർ പെട്രോൾ ഡീൽ ചെയ്താണല്ലോ ക്ലിയർ ആവുന്നത്. പിന്നീട് ആകെ കൂടി ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞൊരു എൻട്രി നമ്പർ മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. പിന്നെ എന്തിന്റെ പേരിലാണ് ഇത് ക്ലിയർ ചെയ്തേക്കുന്നതല്ല. അപ്പോൾ അതെല്ലാം ആയിട്ട് നമ്മൾ ഈ എയ്സ് മാനിഫെസ്റ്റോ എഴുതി ഇവിടെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ആ മൊത്തത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമോ എടുത്ത ലൊക്കേഷൻ, ഇപ്പം നമ്മൾ ചിലപ്പോൾ സാന്റിയാഗോയിൽ നിന്ന് എടുക്കുന്ന ലോഡുകൾക്ക് അല്ലെ എൽപാസോ അങ്ങനെയുള്ള ബോർഡർ സിറ്റീസിൽ നിന്ന് എടുക്കുന്ന രാജ്യങ്ങൾ അല്ല ഇവരുടെ ലിസ്റ്റിലുള്ള എന്തെങ്കിലും ഉടായ്പ സ്ഥലങ്ങൾ എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഓക്കെ പൊക്കോ അവിടെ പോയിരുന്നു എന്ന് പറയും. അങ്ങനെ ചെക്ക് ചെയ്യും. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന വെയർ ഹൗസിന്റെ അഡ്രസ് വേറെ ആയിരിക്കും. ഈ പേപ്പറിൽ ബിൽ ഓഫ് ലാൻഡിംഗ് കാണുന്ന പേപ്പറിൽ കാണുന്ന അഡ്രസ് വേറെ ആയിരിക്കും. അപ്പൊ അത് തമ്മിൽ അങ്ങോട്ട് മാറിയിട്ട് ഇവർക്ക് കൊടുക്കുമ്പോൾ ചിലപ്പം നമ്മൾ എടുത്ത സ്ഥലത്തിന്റെ ആയിരിക്കില്ല ചിലപ്പോൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ചെറിയ കൺഫ്യൂഷനുകളിലൊക്കെ വരുമ്പോൾ അത് ഇവര് ഇവിടുത്തെ ഓഫീസർ അധികം ക്ലിയർ ചെയ്യല. കാരണം അവര് ഇവിടെ ഇങ്ങനെ കൗണ്ടർ ഇരിക്കുന്നതുകൊണ്ട് അതെ ഇത്രയും വലിയ ക്യൂ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് പൊക്കോളം പറയും. ആ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കാരണം ഒരു ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ അവിടെ സ്ഥലം ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകില്ലേ. അപ്പോൾ ചിലപ്പോൾ ഈ ഫാക്ടറിയുടെ അഡ്രസ് ആയിരിക്കും കിടക്കുന്നത്, പക്ഷെ നമ്മൾ ലോഡ് എടുത്തത് വെയർ ഹൗസിൽ നിന്നായിരിക്കും. അതൊക്കെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു വലിയ പച്ച ലൈറ്റൊക്കെ ഉള്ള ഇത് കണ്ടോ, ട്രക്കുകൾ കിടക്കുന്നുണ്ടോ, ഇത് കനേഡിയൻ ബോർഡറാണ് കേട്ടോ. ഇവിടുത്തെ ഓഫീസർമാരെല്ലാം കനേഡിയൻ ബോർഡർ പെട്രോളിന്റെ ഓഫീസർമാരുമാണ്. അമേരിക്കയിലേക്ക് കടക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും എല്ലാ ചെക്കിങ്ങുകളും നമുക്ക് ഈ കനേഡിയൻ ബോർഡറിലും ഫേസ് ചെയ്യണം. ചില സമയങ്ങളിൽ അമേരിക്കനേക്കാളും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരും. പൊതുവെ സാധാരണ നേരത്തെ അമേരിക്കയിലേക്ക് പോകാനായിരുന്നു പാട്. ചില സമയങ്ങളിൽ ഇങ്ങോട്ടും. Turn left on Highway 402. ഇപ്പൊ അതിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ പിക്ചറേ ചിലപ്പോൾ പിക്ചർ കാണിച്ചാൽ രക്ഷപ്പെട്ടു ഒരുവിധമൊക്കെ. ഇവരെന്നാ ലോഡെന്നൊക്കെ ചിലർക്ക് ഞാൻ പറഞ്ഞിങ്ങനെ പിക്ചർ എടുത്ത് വെക്കുന്ന ഒരു ഉപകാരമാണ്. ഇപ്പൊ ഇതിങ്ങനെ ഇത് നമ്മളെടുത്ത പിക്ചർ ഉണ്ടല്ലോ, ഇതാ ലോഡെന്ന് പറഞ്ഞു നമ്മൾ ലോഡ് ചെയ്ത് കണ്ടോ നോക്കിയോ ശ്രദ്ധിച്ചോ എന്നൊക്കെ അവർക്ക് അറിയാൻ വേണ്ടി. Hi, officer. Thank you. Thank you. അല്ലെങ്കിലും വളരെ ചുരുക്കം ഓഫീസർമാർ ഇതുപോലെ വളരെ മാന്യന്മാരാ. അവർക്ക് മാന്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാ മനസ്സിലാവും. അതെ നമ്മൾ തമ്മിൽ ഓക്കെ ഇത്ര നാളായിട്ട് കണ്ടിന്യൂസ് ഒരു പ്രശ്നമില്ലാതെ ഓടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൂടാതെ നമ്മുടെ ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്കും ഇത്രയും നാളെ സ്മൂത്തായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ക്രോസ് ചെയ്യുന്നവരാണ് എന്നൊക്കെ കാണുന്നതിന്റെ ഒരു ഇത് കാർഡ് സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ ഹിസ്റ്ററി കിട്ടുമല്ലോ നമ്മുടെ ഇത്. അത് നോക്കിയാണ് പിന്നെ ചിലത് ഡിപ്പെൻസ് ഓൺ ദ ഓഫീസർ. അവരുടെ മൂഡ് പോലെ ഇരിക്കും. ചിലര് നമ്മളെ കണ്ട ഇഷ്ടമല്ലാത്തവരുണ്ട്. ഇപ്പൊ വീട്ടിൽ നിന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി വരുന്നവരാണെങ്കിൽ അതിന്റെ കൂടെ പഠിച്ച് നമ്മളെ എടുത്തു.
അങ്ങനെ ഒഫീഷ്യലി നമ്മൾ കാനഡയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് കാനഡയിലെ ഒൻറ്റാറിയോ എന്ന് പറയുന്ന പ്രൊവിൻസ് ആണ്. പ്രൊവിൻസിലെ സാർണിയ എന്ന് പറയുന്ന സ്ഥലമാണ്. സാർണിയയിൽ നിന്നും നമ്മൾ ടൊറന്റോ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. ഏകദേശം 300 കിലോമീറ്റർ ആണ് ഈ ഒരു ബോർഡർ സിറ്റിയിൽ നിന്നും ടൊറന്റോ വരെയുള്ള നമ്മുടെ ദൂരം.